Yo guys, welcome back to my channel Mobile Tips and Tricks. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ ബാനർ എങ്ങനെ നിർമ്മിക്കാം. യൂട്യൂബ് ചാനൽ ബാനർ എങ്ങനെ നിർമ്മിക്കാം, ഞാൻ യൂട്യൂബ് ചാനൽ ബാനർ എങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇപ്പം പിക്സലാബ് എന്ന ആപ്ലിക്കേഷൻ്റെ സഹായത്തിനാലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതുവഴി തുമ്നയിലും നിർമ്മിക്കാം, അങ്ങനെയുള്ള കുറച്ച് തുമ്നയിൽ നിർമ്മിക്കാം, പ്രൊഫൈൽ നിർമ്മിക്കാം, അതൊക്കെ നിർമ്മിക്കാം. നമ്മുടെ യൂട്യൂബിൽ തുമ്നയിൽ പ്രൊഫൈൽ അതൊക്കെ പിക്സലാബ് എന്ന ഈ ആപ്ലിക്കേഷൻ വഴി നിർമ്മിക്കാം. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ പിക്സലാബ് തുറന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ടിവിടെ മുകളിലത്തെ 3 ഡോട്ട് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഇമേജ് സൈസ് എന്ന് കാണാൻ കഴിയും. അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിൽ വേണോ, തുമ്നയിൽ സൈസ് വേണോ, ബാനർ, യൂട്യൂബ് ചാനൽ ബാനർ പ്രൊഫൈൽ സൈസ് വേണോ, ഫേസ്ബുക്ക് കവർ വേണോ, ഗൂഗിൾ പ്ലസ് കവർ വേണോ, അഥവാ ട്വിറ്റർ ഹെഡർ സൈസ് വേണോ, ഏത് സൈസ് വേണമെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ ബാനർ എടുക്കാം. ബാനർ എടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങളുടെ ഇവിടുത്തെ 4ാമത്തെ ഓപ്ഷനിൽ പോകാം. എന്നിട്ട് കളർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. കളർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഗ്രാഡിയൻ്റ് കളർ വേണോ, അഥവാ സാധാ ഒരു കളർ ഇടുകയാണോ. ഞാനിപ്പോൾ സാധാ ഒരു കളർ ഇടുകയാണ്. എന്നിട്ട് ഞാൻ ടിക്ക് കൊടുക്കുന്നു. ടിക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ഈ നോ ടെക്സ്റ്റ് എന്നുള്ള എടുത്ത് നമുക്ക് 2 തവണ ക്ലിക്ക് ചെയ്യാം. 2 തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാനലിൻ്റെ പേര് അടിക്കുക. മൊബൈൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നാണ് ഞാനിപ്പോൾ ഇവിടെ അടിക്കുന്നത്. മൊബൈൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇപ്പം മൊബൈൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി ഓക്കെ കൊടുക്കാം. ക്യാൻസലായി പോയി. മൊബൈൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ഓക്കെ. അതിന് ശേഷം ഇതിങ്ങനെ ഒന്നാക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു അക്ഷരത്തിലേക്ക് മാറ്റി എടുക്കാം. ചെറിയൊരു അക്ഷരത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ വൈറ്റ് തന്നെ ഉപയോഗിക്കുകയാണ്. എന്താണ് വൈറ്റ് ആകുമ്പം ഒരു നല്ല കളറാണ്. അതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ ഫോണ്ട് മാറ്റാനുണ്ടെങ്കിൽ ഇവിടെ ഫോണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ഞാൻ കയറി ഞാൻ ഒരു ഫോണ്ട് കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ കൊടുക്കുന്ന ഫോണ്ട്. എന്നിട്ട് ചെറുതാക്കുകയാണ്. കുറച്ച് ചെറുതാക്കിയാൽ, ഇത്രയൊക്കെ ചെറുതാക്കിയാൽ നിങ്ങൾക്ക് അത് ബാനറായിട്ട് സെറ്റ് ചെയ്യാൻ കഴിയും. ഇത്രയും ചെറുതാക്കിയതിന് ശേഷം നിങ്ങൾ മുകളിലത്തെ 3 ഡോട്ടുണ്ട്, അവിടെ എക്സ്പോർട്ട് ഇമേജ് എന്നൊരു ഓപ്ഷനുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ വേണമെങ്കിൽ അവിടെ 3D ഒക്കെ ഇട്ട് കൊടുക്കാൻ കഴിയും. പക്ഷെ ഞാൻ 3D ഒന്നും ഇടണ്ട. 3D ഒക്കെ ഇട്ടാലും മതിക്കുളമാവും. എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്വാളിറ്റി മാറ്റാം. ക്വാളിറ്റി എന്ന ഓപ്ഷനിൽ കസ്റ്റം ഉണ്ട്. അവ കസ്റ്റമിൻ്റെ അപ്പുറത്തൊരു ആരോ ഉണ്ട്. ആ ആരോ ക്ലിക്ക് ചെയ്തിട്ട് അൾട്ര കൊടുത്തതിന് ശേഷം സേവ് ടു ഗാലറി കൊടുക്കുക. അപ്പം പരസ്യമൊക്കെ വരും കേട്ടോ. ആ പരസ്യം വരുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇപ്പോൾ ഫോട്ടോ എൻ്റെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ ഫോട്ടോ. നമുക്ക് ഇനി നമ്മുടെ യൂട്യൂബിൽ പോയിട്ട് ഇത് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആണ് പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ യൂട്യൂബ് തുറന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി വീഡിയോ നമ്മുടെ ബാനർ ഇടാൻ നോക്കാം. യൂട്യൂബിൽ ബാനർ ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ഏറ്റവും പുതിയ വെർഷനെ അപ്ഡേറ്റ് ചെയ്താൽ ഇത് നിങ്ങൾക്ക് ലഭ്യമാവും. ബാനർ യൂട്യൂബിലിടാൻ അല്ലാതെ ക്രോം വഴി ഇടാൻ സാധിക്കും. ഇപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ്. എന്നിട്ട് പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് യുവർ ചാനൽ കൊടുക്കുക.
യൂട്യൂബിൽ പോയിട്ട് എന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ ഓൾസോ ഇങ്ങനെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ വേറെ ഒരു ഇതിലാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് എഡിറ്റ് ചാനൽ എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ അവിടെ കാണാൻ സാധിക്കും. പ്രൊഫൈലിൻ്റെ പുറകിലായിട്ട് നമ്മൾ ഒരു ഒഴിഞ്ഞ സ്ഥലം കിടക്കും. ഇപ്പം ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അവിടെ നമുക്കൊരു ക്യാമറ ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചൂസ് ഫ്രം യുവർ ഫോട്ടോസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗ്യാലറി തുറന്നതിന് ശേഷം നിങ്ങളുടെ ഏതാണോ നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാനർ അതിങ്ങോട്ട് സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമുക്ക് കാണിച്ചു തരാം. ഇവിടെ തന്നെ പ്രൊഫൈലുണ്ട്, നെയിമും ഡിസ്ക്രിപ്ഷനൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇതേ പറയുന്നുള്ളൂ. പക്ഷെ ഇനിയും നല്ല ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന വീഡിയോയ്ക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയാൽ മാത്രം മതി. ഇപ്പോൾ ഒരു സബ്സ്ക്രൈബറേ ഉള്ളൂ. ഇനിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തല്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്ന വീഡിയോയുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. സൈനിങ് ഔട്ട്, മൊബൈൽ ടിപ്സ് ആൻഡ് ട്രിക്സ്.